ഹായ് മക്കളെ, നിലവിലുള്ള ലീവ് മാറ്റി വെച്ചുകൊണ്ട്, അതായത് ജൂൺ 6 വെള്ളിയാഴ്ച ബലിപെരുന്നാളിനനുസരിച്ച് കലണ്ടറിൽ ലീവായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, എല്ലാവരും ഒരു വട്ടം ലീവായിരിക്കുമല്ലോ, ഒരുപാട് പ്ലാനിങ്ങുകൾ നടത്തി. പക്ഷെ പിന്നീട് അത് മാറ്റി ശനിയാഴ്ചത്തേക്ക്, ബലിപെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ചത്തേക്ക് ആ ലീവ് മാറ്റുകയും വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമാവുകയും എന്ന് പറഞ്ഞു. പിന്നീട് ഇതാ ഇപ്പോൾ വെച്ചിട്ട്, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ട്രെയിൻ ടിക്കറ്റും എല്ലാതും ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും പല ആളുകൾ. കാരണം വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമാണല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഗവൺമെൻറ് ചെയ്തതോ വെള്ളിയാഴ്ച ലീവാണെന്ന് പറഞ്ഞു. ഇനി ഈ സമയത്ത് വെച്ചിട്ട് ഒരു ട്രെയിൻ കയറാൻ പറ്റും, അതായത് ട്രെയിൻ ടിക്കറ്റൊക്കെ ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. നാട്ടിൽ പോകേണ്ടവരൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികളുടെ കാര്യം തന്നെ എടുക്കാം. അവരൊക്കെ നാളെ ലീവല്ല എന്ന് വിചാരിച്ച് പല പ്ലാനുകളും മാറ്റിയിട്ടുണ്ടാവും. പിന്നെ അവസാനം വെച്ചിട്ട് പറയുകയാണ് ലീവാണെന്ന്. ഇത് ശരിക്കും കുട്ടികളോടും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടും ഇനിയിപ്പോൾ മറ്റുള്ള ഉദ്യോഗസ്ഥരോടും ചെയ്യുന്ന വലിയ ഒരു തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ, അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയും. വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ഇത് ചെയ്തത് അത് ശരിയായതല്ല. കാരണം ഇത് പ്രതിഷേധത്തിൻ്റെ പല കാര്യങ്ങളെ കൊണ്ട് അവസാനം നിങ്ങൾ പറഞ്ഞ പ്രസ്താവന വളച്ചൊടിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റിയെടുക്കുകയാണിത്. ഇത് ചെയ്യുന്ന വളരെ തെറ്റായ കാര്യമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഗവൺമെൻറ്റിനെ പഴിചാരല്ല, പക്ഷെ നമ്മളൊരു വിമർശനാത്മകമായിട്ട് പറയാണ്. നിങ്ങൾക്കിത് ആദ്യമേ പറയായിരുന്നു. ആദ്യമേ പറഞ്ഞിരുന്നതിൽ കുഴപ്പമില്ല. ആദ്യമേ വെള്ളിയാഴ്ച ലീവാണെങ്കിൽ വെള്ളിയാഴ്ച ആദ്യമേ ലീവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ല, അവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ആദ്യം വെള്ളിയാഴ്ച ലീവ് അല്ല എന്നും ശനിയാഴ്ചത്തേക്ക് ആ ലീവ് മാറ്റിയെന്നും പിന്നെ അവസാന സമയത്തേക്ക് വെച്ചിട്ട് ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആകെ അവതാളത്തിലായിട്ടുണ്ടാവും. അത് കുട്ടികളുടെ കാര്യം, ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്തായാലും മക്കളെ, വെള്ളിയാഴ്ച ജൂൺ 6 ലീവായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ചിലർക്കത് ഹാപ്പി ആയിരിക്കും, ചിലർക്കത് സാഡ് ആയിരിക്കും. എന്തായാലും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്